ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിൽ കുറച്ച് പേർക്കും കൂടെ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ വിന്നേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടും ഗിഫ്റ്റ് കിട്ടാത്തവർ വിഷമിക്കണ്ട. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവറി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡെലിവറി ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ അയച്ചു തരും. പിന്നെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ദീപയ്ക്ക് ഞാൻ 5000 റുപ്പീസാണ് കേട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡ് കോയിൻ ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് വാങ്ങാൻ പറഞ്ഞിട്ട് 5000 രൂപയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് ദീപ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ. അതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കോഴിമുട്ട ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്കിത് നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഞാൻ ഉള്ളിവടയൊക്കെ ചെയ്തിട്ടുണ്ട് മുൻപ്. അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക. അരിപ്പൊടിയുടെ ഒരു ഹാർഡ്നെസ്സും ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ദീപ അയച്ച വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദീപ. ഈ പ്രാവശ്യത്തെ ലേഡീസ് പ്ലാനറ്റ് ബൈ റംഷിയുടെ 8 ലക്ഷം ആകുമ്പോൾ നടത്തിയ ഗീവ് അവേയിൽ ഞാനായിരുന്നു രണ്ടാമത് തിരഞ്ഞെടുത്തപ്പോൾ ഞാനായിരുന്നു വിന്നർ. അപ്പം 1 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിൻ ആയിരുന്നു സമ്മാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനത് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് റംഷിക്ക് കോയിൻ അയച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ റംഷി എൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് തരാനുണ്ടായത്. അത് പകരം ഞാൻ കോയിന് പകരം ഒരു ലോക്കറ്റാണ് വാങ്ങിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഈ സമ്മാനം നേടുത്തുന്ന നമ്മുടെ ലേഡീസ് പ്ലാനറ്റിലെ റംഷിയോടും ഫാമിലിയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്